കുടവയർ കാരണവും അമിത ശരീരഭാരം നിമിത്തവും ഒക്കെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പോലും സാധിക്കാതെ നിരാശപ്പെടുന്നവർ ഒരുപാടുണ്ട് നമുക്കിടയിൽ. 1-2 ദിവസം വ്യായാമം ചെയ്താലും മടി കാരണം അത് പകുതി വഴിയിൽ ഉപേക്ഷിക്കുകയാണ് പലരുടെയും ശീലം. അമിതമായി ഭക്ഷണം കഴിക്കുന്നവർക്കും ഒരുപാട് നേരം കസേരയിലിരുന്ന് ജോലി ചെയ്യുന്നവർക്കുമാണ് ബെല്ലി ഫാറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായി കണ്ടുവരുന്നത്. എന്നാൽ ഇതല്ലാതെ ഹോർമോൺ വ്യത്യാസം മൂലവും ഇത്തരത്തിൽ അമിതവണ്ണവും കുടവയറുമൊക്കെ കാണപ്പെടാറുണ്ട്. ആഹാര ക്രമീകരണവും ചില പൊടിക്കൈകളും ഒക്കെ ഒരു പരിധിവരെ ഇതിനൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. അത്തരത്തിൽ വയറ്റിലെ കൊഴുപ്പ് നിയന്ത്രിക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും ഒക്കെ സഹായിക്കുന്ന ചില പൊടിക്കൈകൾ, അതായത് ചില ചായകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യം ഗ്രീൻ ടീയെ കുറിച്ച് നോക്കാം. ആന്റി മൈക്രോബിയൽ, ആന്റി ഡയബറ്റിക്, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റ് തുടങ്ങിയ ഘടകങ്ങൾ ധാരാളം അടങ്ങിയിരിക്കുന്ന ഗ്രീൻ ടീ ദിവസവും കുടിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ്. അടിവയറ്റിലെ കൊഴുപ്പ് നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനും ദഹനപ്രക്രിയ എളുപ്പമാക്കുന്നതിനും മാത്രമല്ല, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും ഒക്കെ ഗ്രീൻ ടീ സഹായിക്കും. ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണെന്ന ചിന്തയിൽ കൂടിയ അളവിൽ ഗ്രീൻ ടീ കുടിക്കാമെന്ന് കരുതരുത്. ഇത് ഗുണത്തെക്കാളേറെ ദോഷമേ ചെയ്യുകയുള്ളൂ. ഉറക്കമില്ലായ്മ, അനാവശ്യമായ ഉത്കണ്ഠ, ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ദിവസവും 1-2 കപ്പിൽ കൂടുതൽ കഴിക്കരുത് എന്നാണ് ഡയറ്റീഷ്യന്മാർ അഭിപ്രായപ്പെടാറുള്ളത്. അടുത്തത് ലെമൺ മിന്റ് ടീ ആണ്. അടിവയറ്റിലെ കൊഴുപ്പ് നിയന്ത്രിക്കാൻ മാത്രമല്ല, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാനും ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ലെമൺ മിന്റ് ടീ. ശരീരത്തിലെ വിഷാംശത്തെ പുറന്തള്ളാനും തടി കുറയ്ക്കാനും മാത്രമല്ല, പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഇത്. ഇത് രാവിലെ ആയാലും രാത്രി ആയാലും എപ്പോൾ വേണമെങ്കിലും കുടിക്കാവുന്ന ഒരു പാനീയമാണ്. ഇനി നമുക്ക് മഞ്ഞൾ ചായയെ പരിചയപ്പെടാം. കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന മഞ്ഞൾ ചായ അടിവയറ്റിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ആരോഗ്യത്തിന് മഞ്ഞൾ ചായ ഫലപ്രദമാണ്. മഞ്ഞളിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ആരോഗ്യകരമായ രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കും. അണുബാധകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. മഞ്ഞളിലെ ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ ഹാനികരങ്ങളായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാൻ സഹായിക്കും. ഇത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് സഹായിക്കുകയും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യും. ഇനിയാണ് ജിഞ്ചർ ടീയെ കുറിച്ച് നോക്കുന്നത്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാരമാണ് ജിഞ്ചർ ടീ അഥവാ ഇഞ്ചി ചായ. പൊതുവെ ഇഞ്ചി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നതാണ് നല്ലതെന്ന് പറയാറുണ്ട്. എന്നാൽ ചായയിൽ ഇഞ്ചി ചേർത്ത് കുടിക്കുന്നത് കൊഴുപ്പ് പുറന്തള്ളാൻ സഹായിക്കുന്നു. മറ്റൊന്നാണ് പുതിനയില ചായ. നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് പുതിനയില. പുതിനയിലയിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകളും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി അടങ്ങിയ ഇവ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ദഹനപ്രക്രിയ സുഗമമാക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും പുതിന ചായ ഉത്തമമാണ്. ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയ പുതിന ശ്വസന പ്രക്രിയയിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് മികച്ചതാണ് പുതിനയില ചായ. ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള പുതിനയിലയ്ക്ക് മുഖക്കുരുവിനെ തടയാനുള്ള കഴിവുണ്ടെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, ഇതെല്ലാം പൊതുവായ ആരോഗ്യ കാര്യങ്ങൾ മാത്രമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളോ ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകളോ നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഒരു ആരോഗ്യ വിദഗ്ധനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്.